നമ്മളിപ്പോൾ ഈ ലോ ബഡ്ജറ്റ് വീടിന്റെ ഡീറ്റെയിൽസും കാഴ്ചകളും ഒക്കെ കണ്ടു. നമുക്കിനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ ഇത്രയും മനോഹരമായിട്ട് ഈ വീട് പണിഞ്ഞത് എന്ന് നോക്കാം. നമ്മുടെ കൂടെ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് അരുൺ ചേരുന്നു. വെൽക്കം അരുൺ. യെസ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ക്ലയൻസിന്റെ എല്ലാ കൺസേൺസും ഇപ്പം ഇതൊരു ബഡ്ജറ്റ് ഹോം എന്നുള്ള രീതിയിലല്ല ഇത് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം മിസ്റ്റർ സുനിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ലൈക്ക് നമുക്കിപ്പം എന്താ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് അടുത്തൊക്കെ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുക, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിന് അടുത്ത് തന്നെ താമസിക്കുകയൊക്കെ നോക്കിയിട്ട് അതിന് നല്ലൊരു സ്പേസ് എടുത്തുക. അപ്പോൾ കിട്ടിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 3.8 സെൻസേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചൊരു 3 BHK ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ലൊരു കാർ സ്പേസ് കിടക്കണം, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഫുൾ ഇന്ന ബഡ്ജറ്റിനകത്ത് നിൽക്കണമെന്നല്ലായിരുന്നു. പകരം ഈ ഒരു സ്പേസിനകത്ത് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്തു നമ്മൾ. ഈവൻ ഡിസൈനാണെങ്കിലോ സ്പേസ് യൂട്ടിലൈസേഷൻ ആണെങ്കിലോ ഈവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണെങ്കിലോ എല്ലാത്തിനും നമ്മൾ അതിൻ്റെ ഒരു ഹയർ ക്വാളിറ്റി കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും ഈ ചെറിയൊരു വീട് ഒരു 1650 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഓവറോൾ ബഡ്ജറ്റ് നോക്കിയപ്പോഴത്തേക്കും ബിലോ ഒരു 50 തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്നത് തന്നെ നമ്മളെല്ലാവരും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും വാരി വലിച്ച് കബോർഡ്സും എല്ലാത്തിൻ്റെയും ബൾക്കിനെസ് ഒന്നും കാണിക്കാതെ എല്ലാം ഒരു മോഡറേറ്റ് ആയിട്ടാണെങ്കിലോ അതിൻ്റെയൊക്കെ കളേഴ്സിൻ്റെയും ആ യൂസ് ചെയ്യുന്ന എലമെൻസിൻ്റെ എല്ലാം ഡിഫറൻസ് കൊണ്ടാണ് ഈ വീടിനെ മറ്റു വീടിനേക്കാളും വ്യത്യസ്തമാക്കിയത്. പിന്നെ ചലഞ്ചിങ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ ഈ മോഡേൺ കണ്ടംപററി സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു സിങ്ക്രോണസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന വീടുകളൊക്കെ തന്നെ എല്ലാം പണ്ട് മുതൽ മീൻസ് വന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാം മോഡേൺ സ്റ്റൈലായിരുന്നു. അപ്പോൾ നമ്മളെ വീട് എങ്ങനെ സ്റ്റാൻഡ് അലോൺ ആക്കണമെന്ന് തന്നെയായിരുന്നു നമുക്ക് ചാലഞ്ചിങ് ആയിരുന്നത്. അപ്പോൾ അതും ഈ ഒരു സ്പേസ് വളരെ കുറവാണ്. അതൊരു സക്സസ് ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് സ്പേസ് ആണെന്ന് കയറുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഒരു വാം ഫീൽ ഈ വീട്ടിൽ കയറുമ്പോഴേ ഉണ്ട്. എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ വീട്. എല്ലാ റൂംസും എല്ലാ റിക്വയർമെന്റ്സും പ്ലേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര പ്രോപ്പർ ആയിട്ടാണ്. അതെ, അതിനകത്തൊരു ബേസിക് വാസ്തുവും കൂടെ നോക്കിയിട്ടുണ്ട്. ലൈക്ക് കന്നിമൂല വരുന്ന സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വെസ്റ്റ് സൈഡ് കുറച്ച് വൈഡറും ഈ സൈഡ് ഷോർട്ടർ ആയിട്ടാണ് നിൽക്കുന്ന സൈഡ്. അപ്പോൾ പൂജാ സ്പേസും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതും എല്ലാം ഇപ്പം 1 by 1 ആയിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ തന്നെ ബെഡ്റൂമിന് മാക്സിമം കന്നിമൂലത്തിൻ്റെ ഒരു കോർണറിൽ ഒതുക്കിയിട്ടുണ്ട്, കാർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞില്ല പൂജാ സ്പേസ്, ലിവിങ്ങും കിച്ചൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടാണ് ആ ഒരു പൂജാ സ്പേസ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അത് ഡിസൈനിങ് ആദ്യമേ വന്നില്ല, പിന്നെ രണ്ടാമതാണ് ആ ഒരു തോട്ട് വന്നത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അവർക്കൊരു വലിയ പൂജാ റൂം ഒന്നും അല്ലായിരുന്നു, ചെറിയ സ്പേസ് മതിയായിരുന്നു. അതും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലോപ്പ് സ്റ്റാൻഡിങ് ആണ്, നെക്സ്റ്റ് ഫ്ലോട്ട് താഴ്ന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ടോട്ടലി ക്രൗഡഡ് ആണ്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് പറയുന്നത്, ഈവൻ സിറ്റ് ഔട്ട് ഇപ്പം നമ്മളിരിക്കുന്ന ഇതിൻ്റെ ഒരു ആൽക്കണി സ്പേസാണ്, സിറ്റ് ഔട്ടിൻ്റെ ടോപ്പാണ്. ആ സ്പേസ് പോലും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കാസ്റ്റ് ചെയ്ത് അതിലാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ട് ആ സ്റ്റെയർ കേസ് ഒരു കോർ സ്പേസ് ആക്കിയിട്ട് കോമൺ ഏരിയസിൽ എല്ലായിടത്തും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും എക്സെപ്റ്റ് ബെഡ്റൂംസിലേക്ക് ലൈറ്റിംഗ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ തന്നെ കിച്ചൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അടുത്ത പ്ലോട്ട് കുറച്ച് താഴ്ന്നിരിക്കുന്നതാണ് മാക്സിമം ലൈറ്റിംഗ് ആ ഒരു കോർണറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാക്സിമം കിട്ടുന്ന ഇഞ്ച് ബൈ ഇഞ്ച് സ്പേസ് പോലും നമ്മൾ